Hey guys, hi, welcome back to a new video of Iqbal Talks. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളൊരു ട്രിപ്പ് വന്നേക്കാണ്. എങ്ങോട്ടാ? ഊട്ടി മൈസൂരിലേക്ക് ട്രിപ്പ് വന്നേക്കാണ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. നല്ല ട്രാഫിക്കൊക്കെ കാരണം എത്താൻ നല്ലോണം വൈകിയിട്ടുണ്ട്. ഫുഡൊക്കെ കിട്ടുന്ന യാതൊരു ഉറപ്പില്ല. അപ്പം എന്തെങ്കിലും കഴിക്കാണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 o'clock ആയപ്പോൾ നമ്മളിവിടെ എത്തി. പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞൊരു 11 o'clock ആയി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി നോക്കിയപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തീർന്നു, എല്ലായിടത്തും തീർന്നു. അപ്പോൾ നമ്മൾ 12 o'clock ഒക്കെ ആയപ്പോഴേക്കും എന്താ ഫുഡ് ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ലഞ്ചിന് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ചോറും സാമ്പാറും രസവും പിന്നെ പപ്പടവും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്കിനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേഗം പോവാം. നല്ല വിശപ്പുണ്ട്, അപ്പോൾ വേഗം കഴിക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ? മൈസൂർ പാലസ്. അതെ, മൈസൂർ പാലസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെന്റെ അനിയത്തിയാണ് കേട്ടോ ഗൈസ്. പേരെന്താ? ഇസാമറിയം. ഇതെന്താ കഴിച്ചു? പൂക്കി വാങ്ങിച്ചു. ഇത് ആര് വാങ്ങിച്ചതാ? വാപ്പ വാങ്ങിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മൈസൂർ പാലസ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈസൂർ പാലസിന് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ കാണുന്നത് ഒരുപാടധികം പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അതായത് പണ്ട് കാലത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇങ്ങനെ പെയിൻറ്റിങ്സിലൂടെയാണ് കേട്ടോ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരുപാട് രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആ പെയിൻറ്റിങ്സൊക്കെ കണ്ടത് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു അടിപൊളി ഗ്രൗണ്ടാണ് കേട്ടോ. ഒരു ചെറിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാലസിൻ്റെ ഒരു സെൻട്രൽ പൊസിഷനാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 അടിപൊളി നല്ല ലയൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ലയൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ സിംഹകൂട്ടന്മാരെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് സിംഹാസനങ്ങളൊക്കെ കാണാം കേട്ടോ. പണ്ട് കാലത്ത് രാജാക്കന്മാരിരുന്ന അവരുടെ കസേരകളൊക്കെയാണ്. പിന്നെ ഈ കാണുന്ന ഐറ്റം ഇത് ആനക്കൊമ്പാണ് ഗൈസ്. ഒറിജിനൽ ആനക്കൊമ്പ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാളിലേക്കാണ് ഗൈസ്. ഇവിടുത്തെ ഈ തൂണുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസ് ഓഫ് വുഡിൽ നിന്ന് ഇങ്ങനെ കാർവ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര നല്ല വലിയൊരു ഹാളാണ്. ഇവിടുത്തെ ഈ തൂണുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഓവറോൾ. പിന്നെ ഇതൊക്കെ ഒരു മൈസൂർ ആർക്കിടെക്ചറിൻ്റെ മഹിമ വിളിച്ചോതുന്ന ഓരോ നിർമ്മിതികളാണ് കേട്ടോ. ഇന്ന് നമുക്കുള്ള ഈ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലത്തും അവർ ഇതുപോലത്തെ നിർമ്മിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെറും ഒരു നിസ്സാരമായ കാര്യമല്ല ഒരിക്കലും. അപ്പോൾ ഗൈസ് നമ്മൾ മൈസൂർ പാലസിന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഓവറോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. എൻ്റെ കസിനാണിത്, പേര് ഐഷ ശർമിൻ. എങ്ങനെയുണ്ടായിരുന്നു മൈസൂർ പാലസിലെ എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി സ്ഥലമാണിത്. ഹിസ്റ്റോറി, അതായത് ഫുള്ള് പാസ്റ്റ് കാര്യങ്ങൾ പറയുന്ന ഒരു പ്ലേസ് ആണ്. കുറെ രാജാക്കന്മാർ അവർ യുദ്ധങ്ങൾ ഉപയോഗിച്ച വെപ്പൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ അവർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററി ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊരു അടിപൊളി പെർഫെക്റ്റ് പ്ലേസ് ആയിരിക്കും. ടോട്ടലി ഞാൻ എൻജോയ് ചെയ്തു. ഓക്കെ, നമ്മുടെ പണ്ട് കർണാടകയിൽ ഉണ്ടായിരുന്ന വാദിയാർ ഡൈനാസ്റ്റിയുടെ റെസിഡൻസ് ആണ് ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത്. അവിടെ അവരുടേതായ ഒരുപാട് വെപ്പൺസ്, പെയിന്റിങ്സ്, അങ്ങനെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരുപാടധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന, പാസ്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിതാ മൈസൂർ പാലസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂർ പാലസിനോട് ഇവിടെ വിട പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഈവനിങ് 5 o'clock ആയി ഉണ്ടായി. അതിനുശേഷം നമ്മൾ കുറച്ച് ഷോപ്പിങ്ങൊക്കെ പോയി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചാനലിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ടൈപ്പ് കണ്ടൻ്റൊക്കെ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. അപ്പോൾ ഇതിൻ്റെ Day 2 ആയിട്ട് ഉടനെ തന്നെ വരാമെന്ന പ്രതീക്ഷയിൽ. അതുവരേക്കും ഇറ്റ്സ് മീ ഇക്ബാൽ സൈനിങ് ഓഫ്.